തൃശൂരിൽ സ്വകാര്യ ബസ്സിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചു ഡ്രൈവറുടെ സാഹസിക യാത്ര. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സിലാണ് യാത്രക്കാരുടെ ജീവൻ വെച്ചുള്ള ഡ്രൈവറുടെ സാഹസിക യാത്ര. യാത്രക്കാരാണ് ദൃശ്യം പകർത്തിയത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഇത്രയും ആളുകളുടെ ജീവൻ കയ്യിൽ വെച്ചാണ് ഡ്രൈവറുടെ സാഹസിക യാത്ര. എന്തായാലും കർശനമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. എന്താണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്? സ്വാതി, മോട്ടോർ വാഹന വകുപ്പ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ബസിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിക്കുകയും വാഹനം ഓടിച്ച ഡ്രൈവറുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ഈ തൃശ്ശൂരിൽ നിന്നും സർവീസ് ആരംഭിച്ച ബസ് ഷൊർണൂർക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. ഇതിനിടയിൽ അത്താണി മുതൽ വടക്കാഞ്ചേരി വരെയുള്ള 8 കിലോമീറ്ററോളം ദൂരത്തിൽ ഇയാൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ കൈയിലാണ് ഡ്രൈവിംഗ് നടത്തിയത്. ഇതിനെതിരെ യാത്രക്കാർ പരാതി ഉന്നയിക്കുകയും മറ്റും ചെയ്തെങ്കിലും കണ്ടക്ടർ അടക്കമുള്ള ആളുകൾ ഈ ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്ന ഡ്രൈവറെ തടയാൻ മുതിർന്നില്ല. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ആളുകൾ ഭയത്തോടു കൂടിയാണ്. ഈ സമയത്ത് തന്നെ ബസ്സിനുള്ളിലേക്ക് ഒരു അമ്മയും കൈക്കുഞ്ഞും കയറി വരുന്നതും മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. ഇത്രയേറെ ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിലൊരു സമീപനം ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും വേണ്ട വിധത്തിൽ കണ്ടക്ടർ അടക്കമുള്ള ആളുകൾ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. നാട്ടുകാർ തന്നെ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. സ്വാതി.